നമസ്കാരമുണ്ട്, സിറാജാണ്. നമ്മൾ മനുഷ്യന്മാരിൽ പല വിധക്കാരാണ്. ചില കാര്യങ്ങൾ നമ്മളൊരിക്കലും നേരിട്ട് കാണാതെ വിശ്വസിക്കില്ല. ചില കാര്യങ്ങൾ ചിലർ നേരിട്ട് കാണാതെയും വിശ്വസിക്കും. അങ്ങനെ നമ്മുടെ ദൃഷ്ടിയിൽപ്പെടാത്ത പലരും നമ്മുടെ കൂടെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നവരുമുണ്ട്. അതിന് ജിന്നെന്നോ പ്രേതമെന്നോ ശൈത്താനെന്നോ അങ്ങനെ പലവിധ പേരിട്ട് വിളിക്കുന്നവരുമുണ്ട്. പലയിടത്തുനിന്നായി പലർക്കും അതിൻ്റെ ഉപദ്രവങ്ങളും ശല്യങ്ങളും സ്നേഹങ്ങളും ഒക്കെ കിട്ടിയവരുമുണ്ട്. എന്നാൽ എനിക്കിവിടെ പറയാനുള്ളത്, അധികമായി അവർ സ്നേഹിച്ചതിൻ്റെ പേരിൽ ഒരു സമൂഹത്തിന് തന്നെ നാട് വിടേണ്ടി വന്ന കഥ, ഒരു ഗ്രാമം നിശ്ചലമായ കഥ, തങ്ങളുടെ സമ്പാദ്യവും തങ്ങളുടെ ഭവനങ്ങളും തങ്ങളുടെ പള്ളികളുമൊക്കെ അവിടെ വെറുതെ ഉപേക്ഷിച്ച് മറ്റെവിടേക്കോ പോയൊരു കഥ. അങ്ങനെ ജിന്നെന്നോ പ്രേതമെന്നോ എന്ത് പേരിട്ട് വിളിച്ചാലും എന്തോ ഒരു ശക്തിയുടെ ശല്യം കൊണ്ട് അല്ലെങ്കിൽ അവരുടെ സ്നേഹക്കൂടുതൽ കൊണ്ട് ആ ഗ്രാമം വിട്ടുപോയ ഒരു സമുദായത്തിൻ്റെ കഥ. ആ കഥയാണ് ഞാൻ നിങ്ങൾക്ക് പറയാൻ പോകുന്നത്. ആ പ്രേത ഗ്രാമത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ഈ കഥ തുടങ്ങുന്നത് കുറച്ച് നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്. മലകളിലും കുന്നുകളിലും മാത്രം താമസിച്ചിരുന്ന ചില ഗോത്ര വിഭാഗങ്ങളിൽ പ്രമുഖരായിരുന്നു സാബ് ഗോത്ര വിഭാഗം. അവിടുത്തെ വെള്ളത്തിന്റെ ക്ഷാമവും മറ്റും അവരെ ജീവിതത്തിൽ വല്ലാതെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടേയിരുന്നു. ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിതം തേടി അവർ താഴ്ന്ന സ്ഥലങ്ങളിലേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി, അന്വേഷിക്കാൻ തുടങ്ങി. അവരുടെ യാത്രയിൽ അവസാനം അവർ ചെന്നെത്തിയത് ഈ ചെറിയ വെള്ളത്താൽ ചുറ്റപ്പെട്ട ഒരു ദ്വീപിലായിരുന്നു. വേലിയേറ്റ വേലിയിറക്കം മൂലം കടലിൽ പ്രത്യക്ഷപ്പെട്ട ഒരു ചെറിയ ദ്വീപായിരുന്നു ഈ സ്ഥലം. എന്നാൽ ഇന്നിവിടെ എങ്ങും ശ്മശാനമുഖമാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ഉരിയാടാനില്ലാതെ സ്തൂപങ്ങളായി നിൽക്കുന്ന കുറെ കെട്ടിടാവശിഷ്ടങ്ങൾ മാത്രം. ഒരു സാധാരണ മനുഷ്യ സമൂഹത്തെ പോലെ തന്നെ സാബ് സമൂഹവും ഇവിടെ ജീവിതം ആരംഭിക്കുകയായിരുന്നു. പിന്നീടുണ്ടായതൊക്കെ അവർ സ്വപ്നത്തിൽ പോലും നനയ്ക്കാത്ത കാര്യങ്ങളാണ്. പള്ളികളും ഭവനങ്ങളും ഉദ്യാനങ്ങളും അങ്ങനെ ഒരു മനുഷ്യ ജീവിതത്തിന് ആവശ്യമായതെല്ലാം അവരിവിടെ അധ്വാനിച്ച് ഉണ്ടാക്കിയെടുത്തു. എന്നാൽ മെല്ലെ മെല്ലെ സാവധാനം അവരുടെ ജീവിതത്തിന് ഭംഗമേൽക്കാൻ തുടങ്ങി. അവരുടെ കിണറുകൾ വറ്റിത്തുടങ്ങി, അവരുടെ മൃഗങ്ങൾ ചത്തുടങ്ങി, അവരുടെ സന്താനങ്ങൾക്ക് അസുഖം വരാൻ തുടങ്ങി. ഇടയ്ക്കിടയ്ക്ക് ചുഴറ്റിയടിക്കുന്ന കാറ്റുകൾ അവരുടെ ഭവനങ്ങളെ പിഴുതെറിയാൻ തുടങ്ങി.
അങ്ങനെ ഓരോരോ ദിവസങ്ങളിലും ഓരോ പുതിയ അടയാളങ്ങളായി ആ സ്ഥലം നിങ്ങൾ മനുഷ്യർക്ക് യോജിച്ചതല്ലെന്ന് ഏതോ ഒരു ശക്തികൾ പറയാതെ പറഞ്ഞുകൊണ്ടിരുന്നു. എന്നിട്ടും പിടിച്ചു നിൽക്കാൻ സാധ്യമായതൊക്കെ അവരും ചെയ്യാൻ തുടങ്ങി. എത്രയൊക്കെ എതിർത്ത് നിന്നിട്ടും ആ അദൃശ്യ ശക്തികളുടെ എതിർപ്പ് കൂടിക്കൂടി വന്നു. എല്ലാ നിലയ്ക്കും അവസാനം അവർ അടിയറവ് പറയേണ്ട അവസ്ഥയിലേക്കെത്തി. ഒരു മനുഷ്യന് ഏറ്റവും കുറഞ്ഞത് സമാധാനപരമായ ജീവിതമാണ് ആവശ്യമെന്നവർ മനസ്സിലാക്കി. ഇതുവരെ മിനാരങ്ങളിൽ ബാങ്കുലി കെട്ടിരുന്ന മസ്ജിദുകൾ അവർ മെല്ലെ കൊട്ടിയടച്ചു. ആ മെമ്പറിൽ തക്ബീറുകൾ മുഴങ്ങിയിട്ടും ആ മിനാരങ്ങളിൽ ബാങ്കുലി കേട്ടിട്ടും കാലങ്ങളേറെയായി. മുത്തുകളും പഴയങ്ങളും വ്യാപാരം നടത്തിയിരുന്ന സാബു സമൂഹത്തിലെ ചില പ്രമാണിമാരുടെ വീടുകളാണിത്. ഇന്നും അതിൻ്റെ പുതുമയൊക്കെ നിലനിൽക്കുന്നു. ചില പള്ളികൾ, മസ്ജിദുകൾ തകർത്തിട്ടും തകരാതെ പിടിച്ചു നിൽക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പലവിധ കാഴ്ചകളാണ് നമുക്ക് അതിനുള്ളിൽ കാണാൻ കഴിയുക. ഒരിത്തിരി ഭയത്തോടെ അല്ലാതെ നമുക്കിതൊന്നും കണ്ടു തീർക്കാൻ കഴിയില്ല. ഏക്കറുകളോളം പരന്നു കിടക്കുന്ന ഈ ഒരു പ്രദേശത്ത് ഒരു മനുഷ്യവാസത്തിന് ആവശ്യമായ എല്ലാം അവർ നിർമ്മിച്ചിരുന്നു. മജ്ലിസുകൾ, മദ്രസകൾ, പള്ളികൾ, ഇരിപ്പിടങ്ങൾ, അങ്ങനെ തുടങ്ങി എല്ലാം. എന്നാൽ ഇന്നതെല്ലാം ശൂന്യമാണ്. ആരാരുമില്ലാതെ, അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാനില്ലാതെ നിശബ്ദരായി അവരും അങ്ങനെ നിലകൊള്ളുന്നു. ചിലതൊക്കെ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മണ്ണിനോട് സമപ്പെട്ട് മണ്ണും കല്ലുമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ചിലതൊക്കെ വീറും വാശിയോടെ അങ്ങനെ തകരാതെ നിൽക്കുന്നുമുണ്ട്. ഇത് ഒരു സൂക്കാണ് എന്ന് പറഞ്ഞാൽ കച്ചവടം നടത്തിയിരുന്ന സ്ഥലം. ഇതൊക്കെ ഇപ്പോഴത്തെ ഭരണാധികാരികൾ വളരെ നന്നായി സംരക്ഷിക്കുന്നുണ്ട്. ഇവിടെ വരുന്ന നമ്മളെപ്പോലെയുള്ള കാഴ്ചക്കാർക്ക് ഇതെല്ലാം ഒരു കൗതുകമാണെങ്കിലും ഒരു മനുഷ്യവാസത്തിന് ആവശ്യമായതെല്ലാം നിർമ്മിച്ച് അവസാനം അതെല്ലാം ഇട്ടെറിഞ്ഞു പോകേണ്ടി വന്നവൻ്റെ അവസ്ഥ വല്ലാത്തൊരു കഥ തന്നെയാണ്. മനുഷ്യന് ഏറ്റവും വലുത് സമ്പത്തിനേക്കാളേറെ മനസ്സമാധാനമാണെന്ന് തിരിച്ചറിവായിരിക്കാം
ആ വിഭാഗത്തെ ഇവിടം വിട്ടു പോകാൻ പ്രേരിപ്പിച്ചത്. അങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് തിരിഞ്ഞ് നടക്കുമ്പോൾ എന്തോ ഭയത്തോടൊപ്പം മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലുമുണ്ടായിരുന്നു. എന്തായാലും സന്ധ്യ മയങ്ങിയിരിക്കുന്നു. സൂര്യൻ അസ്തമിക്കാൻ തയ്യാറായിരിക്കുന്നു. ആ മനുഷ്യ ജീവിതങ്ങൾ അസ്തമിച്ച പോലെ തന്നെ.